ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് മാത്സിൻ്റെ ചാപ്റ്റർ 7 നോക്കാം. ഇൻസൈഡ് നമ്പേഴ്സ്. കളർ ദ ബോക്സസ്. ഈ കൊടുത്തേക്കുന്ന ബോക്സ് കണ്ടോ? ഇതിനകത്തുള്ള ചെറിയ ചെറിയ ബോക്സസ് ഉണ്ടല്ലോ, അതെല്ലാം കളർ ചെയ്യാനാണ് പറയുന്നത്. Arun and his friends are designing the cover page of the Math Club magazine. മാത്ത് ക്ലബ് മാഗസിൻ്റെ കവർ പേജ് അരുണും അരുണിൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് ഡിസൈൻ ചെയ്യുന്നത്. നീതു സജസ്റ്റഡ് ഡ്രോയിങ് കളേർഡ് സ്ക്വയേഴ്സ് ഇൻ റോസ് ആൻഡ് കോളംസ്. അപ്പം നീതു പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതിനെ പല കളറിലുള്ള സ്ക്വയേഴ്സ് വെച്ചിട്ട് റോസ് ആൻഡ് കോളംസ് ആയിട്ട് അതിനെ ഫില്ല് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കവർ പേജ് ഉണ്ടാക്കാമെന്ന് പറയും. They decided to color all squares in the first row. അവർ ആദ്യത്തെ വരിയിലുള്ള എല്ലാ സ്ക്വയേഴ്സും കളർ ചെയ്യാൻ തീരുമാനിച്ചു. രമ്യ സജസ്റ്റഡ് കളറിങ് ഒൺലി അൾട്ടർനേറ്റ് സ്ക്വയേഴ്സ് ഇൻ സെക്കൻഡ് റോ. അപ്പോൾ രമ്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആദ്യത്തെ വരിയിൽ മുഴുവനും കളർ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, രണ്ടാമത്തെ വരിയിൽ ഒരു സ്ക്വയർ കളർ ചെയ്താൽ അടുത്തത് കളർ ചെയ്യില്ല, അതിനടുത്തത് കളർ ചെയ്യും, അടുത്തത് ചെയ്യില്ല, അടുത്തത് ചെയ്യും, അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് കളർ ചെയ്യാമെന്ന് പറഞ്ഞു. സൽമ സെഡ്, ലെറ്റ്സ് കളർ ഉള്ളി എവറി തേർഡ് സ്ക്വയർ ഇൻ തേർഡ് റോ. അപ്പോൾ സൽമ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൂന്നാമത്തെ വരിയിലെ സ്ക്വയേഴ്സിനൊക്കെ 3 എണ്ണം കൂടുമ്പം ഒരെണ്ണം കളർ ചെയ്യാം. അതായത് ഒരെണ്ണം 2 എണ്ണം കഴിഞ്ഞ് മൂന്നാമത്തേന് കളർ ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ 2 എണ്ണം ഇല്ല, പിന്നെ മൂന്നാമത്തേന്, അങ്ങനെ 3 എണ്ണം കൂടുമ്പം നമുക്ക് കളർ ചെയ്യാം എന്ന് പറയും. വാട്ട് അബൌട്ട് 4th and 5th റോസ്? അങ്ങനെയാണെങ്കിൽ 4th ഉം 5th റോസും എങ്ങനെയായിരിക്കും അവർ കളർ ചെയ്യുക? ഇതേ പാറ്റേണിലാണെങ്കിൽ see how the squares are colored in the first 4 rows. Can you find the squares left to color and complete the design? ഈ പിക്ചർ നോക്കൂ, ഇതിനകത്ത് 1 2 3 4 റോസിൽ അവർ പറഞ്ഞതുപോലെ തന്നെ കളർ അടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള റോസും കൂടി ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഈ കംപ്ലീറ്റ് ഫിഗർ ഒന്ന് ശരിയാക്കി എടുത്താലോ. 1 2 3 4 5 6 7 8 9 10 റോസ് ഉണ്ട് അല്ലേ, 10 വരിയിലായിട്ടുണ്ട്. ആദ്യത്തെ വരി അവർ പറഞ്ഞ പോലെ മുഴുവൻ എണ്ണവും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണെങ്കിലോ ഒരെണ്ണം വിട്ട് ആൾട്ടർനേറ്റ്, ഒരെണ്ണം വിട്ട് അടുത്തത് പെയിൻറ്റ് ചെയ്തു. അങ്ങനെയല്ലേ രണ്ടാമത്തെ വരിയിൽ ചെയ്തേക്കുന്നത്. മൂന്നാമത്തേലോ 3 എണ്ണം വിട്ട് പെയിൻറ്റ് ചെയ്തു. നാലാമത്തത് വെച്ചാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അഞ്ചാമത്തെ എങ്ങനെയായിരിക്കും? ആദ്യത്തത് അഞ്ചാമത്തെ ചെറിയ സ്ക്വയർ ചെയ്യും, പിന്നെ അതിൽ നിന്ന് അടുത്ത അഞ്ചാമത്തത് ചെയ്യും, അങ്ങനെ ചെയ്യും അല്ലേ. ചെയ്ത് നോക്കിയാലോ, ഇങ്ങനെ ആയിരിക്കും അല്ലേ 5th റോ ഫില്ല് ചെയ്യുന്നത്. ആദ്യം 1 2 3 4 അഞ്ചാമത് വരുന്ന സ്ക്വയറിനെ പെയിൻറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് 1 2 3 4 അഞ്ചാമത് വരുന്നതിനെ പെയിൻറ്റ് ചെയ്യും. പക്ഷേ ഇനി അടുത്തൊരു അഞ്ചാമത് വരാനില്ലാത്തതുകൊണ്ട് ആകെ 2 എണ്ണേ അവിടെ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ബാക്കി ഫുള്ള് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്താലോ. 6ാമത്തെ റോയിൽ 6ാമത്തെ ആദ്യത്തെ സ്ക്വയർ, പിന്നെ രണ്ടാമതൊരെണ്ണം കൂടെ കിട്ടും. 7ാമത്തെ റോയിൽ 7 എണ്ണം 7ാമത്തെ സ്ക്വയറിൽ ചെയ്യാം, പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല. 8ലും അതുപോലെ, 9ലും അതുപോലെ, 10ലും അതുപോലെ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഫിഗർ, അതായത് മാത്സ് ക്ലബിൻ്റെ മാഗസിൻ്റെ ഫ്രണ്ട് ഫിഗർ എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലേ. വിച്ച് ആർ ദ സ്ക്വയേഴ്സ് കളേർഡ് ഇൻ ദ സെക്കൻഡ് റോ? സെക്കൻഡ് റോയിൽ ഏതൊക്കെ സ്ക്വയേഴ്സാണ് കളർ ചെയ്തേക്കുന്നത്? നോക്കൂ, സെക്കൻഡ് റോയിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? മൊത്തം 13 സ്ക്വയേഴ്സ് ഉണ്ട്. അതിനകത്ത് ഏതൊക്കെ സ്ക്വയേഴ്സാണ് കളർ ചെയ്തേക്കുന്നത്? രണ്ടാമത്തെ സ്ക്വയർ 2, പിന്നെ 4th സ്ക്വയർ 6 8 10 12 ആണ്. അതുപോലെ തേർഡ് റോ നോക്കി, തേർഡ് റോയിൽ ഏതൊക്കെ ബോക്സസ് ആണ് പെയിൻറ്റ് ചെയ്തേക്കുന്നത്? 3 6 9 12. വിച്ച് ആർ ദ സ്ക്വയേഴ്സ് കളേർഡ് ഇൻ തേർഡ് കോളം? തേർഡ് കോളമാണ്, റോ അല്ല ചോദിച്ചേക്കുന്നത്, കോളമാണ്. 1 to 13 കാണിച്ചേക്കുന്നതാണ് കോളംസ് അല്ലേ, താഴോട്ടാണ് കോളംസ്. റോസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് പോകുന്നതാണ്. അപ്പോൾ ഈ കോളത്തിൽ തേർഡ് കോളത്തിൽ ഏതൊക്കെ സ്ക്വയേഴ്സാണ് പെയിൻറ്റ് ചെയ്തേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. തേർഡ് കോളത്തിലാണ് താഴോട്ട് 1 2 3 4 5 എന്നും പറഞ്ഞ് സ്ക്വയേഴ്സ് കിടക്കുന്നത്. അതിലേതൊക്കെയാണ് കളർ ചെയ്തേക്കുന്നത്? 1ഉം കളർ ചെയ്തിട്ടുണ്ട്, 3യും കളർ ചെയ്തിട്ടുണ്ട്. വിച്ച് ആർ ദ സ്ക്വയേഴ്സ് കളേർഡ് ഇൻ ദ 6th കോളം? അങ്ങനെ 6th കോളത്തിൽ കളർ ചെയ്തേക്കുന്നത് ഏതൊക്കെയാണ്? 6th കോളത്തിൽ ഏതൊക്കെ ബോക്സസ് ആണ് പെയിൻറ്റ് ചെയ്തേക്കുന്നത്? 1 2 3 6 ഇത്രയെണ്ണമാണ് പെയിൻറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. 1 2 3 6 ഒക്കെ 6th കോളത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ, കളർ ചെയ്തിട്ടുണ്ട്. ഇനി വിച്ച് ആർ ദ സ്ക്വയേഴ്സ് കളേർഡ് ഇൻ ദ 8th കോളം? 8th കോളത്തിൽ 1 2 4 and 8 സ്ക്വയേഴ്സ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏത് കോളത്തിലാണ് ഓൺലി 2 സ്ക്വയേഴ്സ് ആർ പെയിൻറ്റഡ്? ഏതിനകത്താണ് 2 സ്ക്വയേഴ്സ് മാത്രം പെയിൻറ്റ് ചെയ്തേക്കുന്നത്?
2, 3, 5, 7 ഒക്കെ 2 സ്ക്വയർ മാത്രമല്ലേ ആ കോളത്തിൻ്റെ താഴെയുള്ള സ്ക്വയറുകളിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. If we draw some more rows and columns and color them in the same way, which are the squares colored in the second row? ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ വരച്ചില്ലേ ഒരു ഫിഗർ, അതുപോലെ കുറച്ചും കൂടെ റോസും കോളംസ് കൂട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് റോയിൽ ഏതൊക്കെ പെയിൻറ്റ് ചെയ്തത് കിട്ടും? സെക്കൻഡ് റോയിൽ രണ്ടാമത്തെ സ്ക്വയർ 4, 6, 8, 10, 12 ഇതൊക്കെ കളർ ചെയ്തായിട്ട് കിട്ടും. What is the peculiarity of this pattern? These are the numbers got starting from 2 and repeatedly adding 2. നോക്കിക്കേ, അങ്ങനെ രണ്ടാമത്തെ റോയിൽ കിട്ടുന്നതിന് എല്ലാത്തിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നോക്കിക്കേ, 2 കഴിഞ്ഞ് 4, 4 കഴിഞ്ഞ് 6, 8 ഇതെങ്ങനെയാണ് ഇത് പോകുന്നത്? ഒരു +2 അല്ലേ? 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10 അങ്ങനെയല്ലേ പോകുന്നത്? In other words, these are the numbers got by multiplying 1, 2, 3 by 2. അപ്പോൾ ഇതിനെ വേറൊരു രീതി പറഞ്ഞാൽ, ഇത് രണ്ടാമത്തെ റോയിലല്ലേ? ഈ രണ്ടാമത്തെ റോയിലെ ആദ്യത്തത് 2 × 1 എത്രയാണ്? 2. രണ്ടാമത്തെ സ്ക്വയർ 2 × 2 = 4. 2 × 3 6. ഇതും സെയിം തന്നെയല്ലേ വരുന്നത്? അതായത് 2നെ × 1 × 2 × 3 ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. ദാറ്റ് ഈസ് 2, 4, 6, 8 are all multiples of 2. ഇതിന് എന്ത് മനസ്സിലാക്കാം? 2, 4, 6, 8 എന്നൊക്കെ പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. മൾട്ടിപ്പിൾസ് എന്ന് വെച്ചാൽ 2നെ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്പിളൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെയാണ് 2ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ 2 × 1 2. അപ്പോൾ ആ 2 എന്ന് പറയുന്നത് 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ തന്നെയാണ്. 2 × 2 4. 4 2ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. 2 × 3 6. അപ്പോൾ 6 2ൻ്റെ മൾട്ടിപ്പിളാണ്. 2 × 9 18. 2ൻ്റെ കൂടെ 9 ഇൻറ്റു ചെയ്തു 18. പക്ഷേ 18ഉം 2ൻ്റെ മൾട്ടിപ്പിളാണ്. അങ്ങനെ 2നെ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആ 2ൻ്റെ മൾട്ടിപ്പിളാണ് എന്ന് പറയും. ഇപ്പോൾ 5ൻ്റെ അടുത്തോ, 5 × 1 5. 5ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് 5. 5 × 3 15. 15ഉം 5ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. See the third row. The squares colored are 3, 6, 9, 12, etc. അല്ലേ? തേർഡ് റോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന സ്ക്വയേഴ്സ് ഏതൊക്കെയാണ് കളർ ചെയ്തേക്കുന്നത്? മൂന്നാമത്തെ സ്ക്വയർ, പിന്നെ 6ാമത്തെ, പിന്നെ 9ാമത്തെ, പിന്നെ 12ാമത്തെ. അപ്പോൾ എന്താണ്? ദീസ് ആർ നമ്പേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് 1, 2, 3 by 3. ഇപ്പോൾ 3യുടെ കൂടെ × 1 ചെയ്യുമ്പോൾ 3. 3 × 2 6. 3 × 3 9. 3 × 4 12. 3 × 5 15. അപ്പോൾ 3യുടെ കൂടെ 1, 2, 3 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നതാണ് ഈ സംഖ്യ. അപ്പോൾ എന്ത് പറയാം? ദാറ്റ് ഈസ് ദീസ് ആർ ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 3. ഇപ്പോൾ തേർഡ് റോയിൽ വരുന്നതെല്ലാം 3യുടെ മൾട്ടിപ്പിൾസ് ആണ് എന്ന് നമുക്ക് പറയാം അല്ലേ? മൾട്ടിപ്പിൾസിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.